നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനം 24-ന് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കും. ചെങ്ങന്നൂരിൽ 25-ന് ശബരിമല സംരക്ഷണ സംഗമവും സംഘടിപ്പിക്കും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനിരിക്കെ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യുവതീ പ്രവേശനമാകാമെന്ന സർക്കാർ മുൻ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. പഴയ സത്യവാങ്മൂലം പിൻവലിച്ച് സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകണം. അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കണം. ആചാര സംരക്ഷണത്തിനായി അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന നാമജപ ഘോഷയാത്രകൾക്കെതിരെ സർക്കാർ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണം. പിണറായി സർക്കാരിന്റെ അയ്യപ്പ വിരുദ്ധ സമീപനത്തെ തുറന്നു കാണിച്ചും ആചാര സംരക്ഷണത്തിന് അനുകൂലമായി സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടും കള്ളക്കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടും 24-ന് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കും. ആയിരക്കണക്കിന് ഭക്തരും BJP പ്രവർത്തകരും ജ്യോതിയിൽ അണിനിരക്കും. സർക്കാരിന് സദ്ബുദ്ധി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ 25-ന് ശബരിമല സംരക്ഷണ സംഗമം നടക്കും. തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ പരിപാടികൾ നടത്തും. ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭത്തെ CPM-മായി ചേർന്ന് ഒറ്റുകൊടുത്തവരാണ് UDF എന്ന് MT രമേശ് കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അടൂർ പ്രകാശിൽ എത്തി നിൽക്കുമ്പോൾ UDF ഇക്കാര്യത്തിലും നിശബ്ദരായി. ജാഥ നടത്തുന്ന VD സതീശൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. UDF-ഉം LDF-ഉം ഒന്നിച്ച് കൊള്ള നടത്തിയവരാണ്. കോൺഗ്രസിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ UDF തുടർ പ്രക്ഷോഭങ്ങൾ നിർത്തിവെച്ചു. ബാർ മുതലാളിമാരിൽ നിന്നും പണം പറ്റിയാണ് ബാർ സമയം ക്രമീകരിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷ നേതാവിന് എത്ര കിട്ടിയെന്ന് വ്യക്തമാക്കണം. സ്കൂൾ പാഠ്യസമയം അരമണിക്കൂർ നീട്ടി നൽകാത്തവരാണ് ബാറുകൾക്ക് 2 മണിക്കൂർ നീട്ടി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, സംസ്ഥാന സെൽ കൺവീനർ അഡ്വക്കേറ്റ് VK സജീവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TV ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ED-യും സമൻസ് അയച്ചു. മാർച്ച് ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനും ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യവാരം എറണാകുളത്തെ ED ഓഫീസിൽ ഹാജരാകാനാണ് ഇരുവർക്കും നിർദ്ദേശമുള്ളത്. സംസ്ഥാന വിജിലൻസ് വിഭാഗം പ്രതി ചേർത്തിട്ടുള്ള എല്ലാവരെയും ED ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തന്ത്രി കണ്ഠരര് രാജീവർ കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായത്. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കുള്ള പങ്ക് തെളിയിക്കാൻ SIT-ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതി കേസിൽ രാജീവർക്ക് ജാമ്യം അനുവദിച്ചത്. ആലോചനയിൽ തന്ത്രിക്ക് പങ്കില്ല. തന്ത്രിക്കെതിരെ തെളിവ് ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി വിലയിരുത്തി. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. തന്ത്രിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാണ് കോടതി ജാമ്യം നൽകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം.